ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് ഒരു ബീച്ച് കാണാനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഓക്കെ, അപ്പോൾ ബീച്ചിൻ്റെ പേരൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകാം. നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എബ്രോൺ ബീച്ച്. അപ്പോൾ ബീച്ചിൽ പോകുന്ന വഴി ഓക്കെ. അപ്പോൾ ഇതാണ് മറൈൻസ് പോയിൻ്റ് ആണ് ഇത്. അപ്പോൾ ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാം, ബീച്ചാണ് കാണുന്നത്. ഓക്കെ, സൈഡാണ് ഇത്. നോക്കി കഴിഞ്ഞാൽ കാണാം, ഈ സൈഡിലാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ഇതൊരു എൻഡാണ് ഇത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് സൈക്കിളിലോട്ടി പോകണം. അങ്ങോട്ട് നമ്മൾ സൈക്കിളിലോട്ടി പോകും. ഒരു സൈഡാണ് കയറി വരുമ്പോൾ എൻട്രൻസിനുള്ള ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ കയറി വരുമ്പോൾ എൻട്രൻസ് ഉള്ളതാണ്. ഓക്കെ, നമുക്കിപ്പോൾ അവിടെ ബീച്ചിൻ്റെ അറ്റത്തേക്ക് വേണമെങ്കിൽ പോയി കാണാം. അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനോട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ അവിടേക്ക് എൻട്രൻസ് ഇല്ല, അവരോട് ക്ലോസ് ചെയ്ത് വെച്ചോക്കാണ്. നിങ്ങൾക്ക് പിന്നെ കാണാം, ബീച്ച് എന്ന് പറയുമ്പോൾ വെള്ളം അറ്റത്താണ്. നമുക്ക് ഇത്ര സ്ഥലം ആകേണ്ടി നടക്കാനും കളിക്കാനും ഇപ്പോൾ നല്ല സൗകര്യമായിട്ടാണ് കിടക്കുന്നത്. ചില നേരത്ത് വെള്ളം ഇവിടെ വരെയൊക്കെ വരും, ഈ ഭാഗത്ത് വരെയൊക്കെ വെള്ളം വരും. അപ്പോൾ സൗകര്യമായിട്ട് എന്താ പറയുക, വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇന്ന് തിരക്ക് കുറവാണ്, അധികം തിരക്കില്ല. ഞാൻ തിരക്കില്ലാത്തൊരു ദിവസം നോക്കി എടുത്തതാണ്. കഴിഞ്ഞ പടം വന്നു നല്ല രസമാണ്. ഇനി അങ്ങോട്ട് ഉണ്ട്, അറ്റത്തേക്ക് കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോ സെക്ഷനായിട്ട് കാണിച്ചു തരാം. എനിക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ തുറക്കില്ല, സമ്മർ സമയത്തൊക്കെ ഇത് തുറക്കും. അപ്പോൾ ആ സമയത്ത് പിള്ളേർക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനുള്ള സ്ഥലം. ഇത് ബീച്ചിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ്. നമുക്ക് ഈ വഴിയോടെ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് വരാം. ഇവിടെ പാലം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബീച്ചിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാനുള്ള വഴിയുണ്ട്. ബാക്കിൽ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഉണ്ടാവുന്ന പോലെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് പ്രശ്നം നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല. അതിനകത്ത് മാറിയിട്ട് കാണിക്കണേ. കാരണം കൂടുതൽ അവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അതിന് വീഡിയോസ് നിൽക്കാൻ പാടില്ല. കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് വന്നത്. അധികം തിരക്കുണ്ട് വെച്ചിട്ട് വന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാം, ബീച്ചിൻ്റെ അവിടെ കുഴപ്പമില്ല, നമുക്ക് വീഡിയോസ് എടുക്കാം. പക്ഷേ പാർക്കിൻ്റെ അവിടെയൊക്കെ കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ മാപ്പ് പോലെ കാണാം എവിടേക്ക് എന്തുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ എൻട്രൻസിനവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പാക്കേജ് വീഡിയോകളും ഇവിടെ ബീച്ചുമാണ് വരുന്നത്. നിങ്ങൾക്ക് നമ്മൾ അബ്രാം ബീച്ചിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ബീച്ച് നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത്. നല്ല രസമായിട്ടാണ് ബീച്ച് കിടക്കുന്നത്. ഓക്കെ, കുറേ ആൾക്കാർ വാക്കിലൊക്കെ പോകുന്നുണ്ട്. കാണാം അസ്തമയും കാര്യങ്ങളൊക്കെ. അപ്പോൾ സൺസെറ്റ് അധികം ഇത് കാണുമോ എനിക്കറിയില്ല. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൺസെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സൺസെറ്റ് കിട്ടും നമുക്ക്. നല്ലൊരു ഫീലാണ് കേട്ടോ അവിടെ ഒന്ന് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിലൂടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.